ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ഓഫ് ഷോൾഡർ ഡ്രസ്സ്. നമ്മൾ ഓഫ് ഷോൾഡറാണ് ഇന്ന് കട്ട് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ഒരു പഴയ പാൻറ്റാണ് എടുത്തിട്ടിരിക്കുന്നത്. രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. നമുക്കൊരു ടീഷർട്ടാണ് ഞാൻ അളവെടുത്തിരിക്കുന്നത്. ഈ ടീഷർട്ട് ഉപയോഗിച്ച് നമുക്ക് ഓഫ് ഷോൾഡർ എങ്ങനെയാണ് വരയ്ക്കാൻ നോക്കാം. ടീഷർട്ട് ഇപ്പം ഞാൻ രണ്ടായിട്ട് മടക്കി ഇട്ടിരിക്കുന്നു. അപ്പോൾ ഈ മടക്ക് ഭാഗമാണ് ഞാൻ ഈ സൈഡിൽ എടുത്തിരിക്കുന്നത്. ഈ ഭാഗം ആം ഹോളിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് നെക്കിൻ്റെ ഈ പോയിൻ്റ് മുതൽ ഷോൾഡർ വരെ നമുക്ക് മാർക്ക് ചെയ്യാം. ഒരല്പം വലിച്ചു നീട്ടിയെടുക്കണം. വെറുതെ ടീഷർട്ട് മടക്കിയിട്ടിട്ടാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഷോൾഡറിൻ്റെ ഈ പോയിൻ്റ് എന്ന് പറയുമ്പം ഞാൻ വലിച്ചു നീട്ടി മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഷേപ്പ് ആം ഹോളിൻ്റെ ഒരു ചെറിയ ഷേപ്പ് കൊടുത്ത് ഞാനിവിടെ മടക്കിയടിക്കാൻ വേണ്ടി സീം അലവൻസാണ് അല്പം ഒന്ന് കൂട്ടിയിട്ടിരിക്കുന്നത്. നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളിപ്പം ഓഫ് ഷോൾഡർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ജീൻസ് പാൻറ്റിലോ അങ്ങനെ എന്തെങ്കിലുമാണ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ബനിയൻ ക്ലോത്തിൽ നമുക്കിത് ചെയ്യാവുന്നതാണ്. നമ്മൾ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രില്ല് വയ്ക്കാനുള്ളതാണ് അടുത്ത് കട്ട് ചെയ്യേണ്ടത്. ഫ്രില്ല് കട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ബോഡിയിൽ നിന്ന് താഴോട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ പോയിൻറ്റിൽ നിന്ന് നമ്മൾ ഷോൾഡർ വരെ ചരിച്ച് നമ്മൾ വരച്ച് വിടേണ്ടതാണ്. എന്നിട്ട് അത്രയും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. എന്നിട്ട് നമ്മളിവിടെ എത്രയാണോ നമുക്ക് കിട്ടുന്നത്, ഇപ്പോൾ 7.5 നമുക്ക് കിട്ടിയിരിക്കുന്നത്, 7 ഇഞ്ചാണ് നമ്മൾ ഈ തുണിയിൽ ഫ്രില്ലിന് വേണ്ടി മാർക്ക് ചെയ്യേണ്ടത്. ഇതിപ്പോൾ 4ആയിട്ടാണ് ഞാൻ തുണി മടക്കി ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ഈ പോയിൻറ്റിൽ നിന്ന് നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇനി ഈ എൻഡിലോട്ട് 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഈ പോയിൻറ്റിലും 7 ഇഞ്ച് മാർക്ക് ചെയ്ത് നമുക്കൊരു ഷേപ്പ് കൊടുക്കാവുന്നതാണ്. ഇനി ഈ എൻഡിൽ നിന്ന് നമുക്ക് 10 ഇഞ്ച് മാർക്ക് ചെയ്യാം. പത്ത് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. നമുക്ക് ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് പോകുന്നത്. നമുക്ക് ആ ബോഡിയിൽ ഫ്രില്ല് വെക്കാൻ വേണ്ടിയിട്ടുള്ള പീസാണ് നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ടോട്ടൽ അളവെന്ന് പറയുമ്പോൾ 17 ഇഞ്ചാണ് വരുന്നത്. 7 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് ബാക്കി 10 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് ഈ ബോഡിയിൽ വെച്ച് വേണം നമുക്ക് ഫ്രില്ല് റെഡിയാക്കേണ്ടത്. നമുക്കപ്പോൾ ഇവിടെയും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഷോൾഡർ ടു ഷോൾഡറാണ് ഇവിടെ എടുക്കേണ്ടത്. ഷോൾഡർ ടു ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഷോൾഡർ അടിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ നമ്മൾ ആം ഹോള് നമുക്ക് സ്ലീവ് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം, ഇല്ലെങ്കിൽ നമ്മളിവിടെ മടക്കി അടിച്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി സൈഡും കൂടെ ബോട്ടം സൈഡ് അടിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ ഫ്രില്ലാണ് വെക്കേണ്ടത്. ഫ്രില്ല് നമ്മൾ വെട്ടിയ പീസുണ്ട്. വെട്ടിയ പീസ് ഇത് ഇങ്ങനെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇതിൽ സൈഡ് കട്ടിങ്ങോ അങ്ങനെ ഒന്നും ഓപ്പണിങ്ങോ ഒന്നുമില്ല. നമ്മൾ 2 എൻഡും കൂടെ കട്ട് ചെയ്ത് ചെറിയൊരു കട്ടിങ് കൊടുക്കുകയാണ്. നമ്മൾ എന്നിട്ട് ഈ കട്ട് ചെയ്ത എൻഡ് ഈ ഷോൾഡറിൻ്റെ ഈ പോയിൻറ്റിൽ വെച്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. ഈ എൻഡ് ഇവിടെ സ്റ്റിച്ച് ചെയ്യും. ഈ എൻഡ് നമ്മൾ ഇവിടെ ഒരു നോജസ് കൊടുത്തിട്ടുണ്ട്.
അത് നമ്മൾ ഈ എൻഡിലായിട്ട് നമ്മൾ വെക്കുകയാണ്. എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം നിങ്ങൾക്ക് എങ്ങനെയുള്ള പ്ലീറ്റാണ്, കുഞ്ഞു പ്ലീറ്റ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, ഇല്ല വലിയ പ്ലീറ്റാണ് വേണ്ടതെങ്കിൽ അങ്ങനെ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ ഗാദറിങ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ബോക്സ് പ്ലീറ്റാണ് ഇടണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ബോക്സ് പ്ലീറ്റ് ഇട്ട് പോവാം. ഞാൻ ബോക്സ് പ്ലീറ്റാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കിനി സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. നമ്മൾ പ്ലീറ്റ് ഇട്ടിട്ട് പിൻ ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ പ്ലീറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 2 ഇഞ്ചിൻ്റെ പീസ് ബാൻഡ് വെച്ചിരിക്കുകയാണ്. അത് ചീത്ത വശത്ത് നല്ല വശത്തോട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഇലാസ്റ്റിക്കും കൂടെ ഇട്ടിട്ടുണ്ട്. താഴെ ബോട്ടം നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ മടക്കി അടിക്കണമെങ്കിൽ അങ്ങനെ അടിക്കാം, ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ സ്ലീവ് ഒന്നും വെച്ചിട്ടില്ല, ഇത് വെറുതെ ഇങ്ങനെ അടിച്ചിട്ടിരിക്കുകയാണ്. ഓഫ് ഷോൾഡർ ഫിനിഷ് ആയിട്ടുണ്ട്.